Let video on you. Yes. Good morning. Good morning, teacher. Yes. Silent prayer. Yes. Close your books. Anjana, what is a spontaneous process? Spontaneous process is an irreversible process. It may be reversible by some external agency. Spontaneous process is a process. Okay, it is an irreversible process and may only be reversed by some external agency. Okay. Then Muhammad Mustafa. എങ്ങനെയാണ് നമുക്ക് ഒരു റിവേഴ്സിബിൾ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക? എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ? എക്സ്റ്റേണൽ ഏജൻസി കൊടുക്കണം. ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി വഴിയായിട്ട് നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഋഷാൻ? സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണോ റിവേഴ്സിബിൾ പ്രോസസ് ആണോ? റിവേഴ്സിബിൾ ആണോ? പറഞ്ഞേ കേട്ടില്ല. എക്സ്റ്റേണൽ ഏജൻസീസ് മാത്രം അത് റിവേഴ്സിബിൾ ആകും, അല്ലെങ്കിൽ അത് നോർമലി എങ്ങനെയാണ്? ഇറിവേഴ്സിബിൾ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇറിവേഴ്സിബിൾ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സും ആകാം, റിവേഴ്സിബിൾ പ്രോസസ്സും ആകാം. പക്ഷേ റിവേഴ്സിബിൾ ആകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? എക്സ്റ്റേണൽ ഏജൻസിയുടെ പ്രസൻസിൽ മാത്രമേ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിവേഴ്സിബിൾ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു എൻതാൽപ്പിയുടെ ബേസിൽ. നസ്ര, ഏതൊക്കെയത്? ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ എക്സോതെർമിക് റിയാക്ഷനും ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻസും ഉണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻസും ഉണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എക്സോതെർമിക്കും ഉണ്ട് എൻഡോതെർമിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് എക്സോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഉണ്ട്, അതായത് എനർജി റിലീസ് ചെയ്യുന്ന സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്, എനർജി അബ്സോർബ് ചെയ്യുന്ന എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഉപയോഗിച്ച്, അതായത് എക്സോതെർമിക് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ എൻഡോതെർമിക് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്ന സ്പോണ്ടേനിയസ് റിയാക്ഷൻസും ഉണ്ട്, പോസിറ്റീവ് ആകുന്ന സ്പോണ്ടേനിയസ് റിയാക്ഷൻസും ഉണ്ട്. അപ്പൊ ഇനിയാണെങ്കിൽ ഇനി സ്പോണ്ടേനിറ്റി എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതാ ലീന? ഏത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എൻട്രോപ്പി. യെസ്, എൻട്രോപ്പി. സോജു പറഞ്ഞു എൻട്രോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? ഡെൽറ്റ എസ്. യെസ്, ഡെൽറ്റ എസ്. എൻട്രോപ്പി എസ് ആണ്, ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണെന്ത്? ഡെൽറ്റ എസ്. ഫാത്തിമത്ത് പറഞ്ഞ ഡെൽറ്റ എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെ ഡെൽറ്റ എസ് കണ്ടുപിടിക്കുന്നേ? Q reversible by T. യെസ്, Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T. ഏതൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയും പോലെ, അതായത് U ഇന്റേണൽ എനർജി അല്ലെങ്കിൽ H എൻതാൽപ്പി, ഇതുപോലെ നമുക്കുള്ള ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി തന്നെയാണ് എന്ത്? എൻട്രോപ്പി എസ് എന്ന് പറയും. അത് സ്പോണ്ടേനിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എന്ന് പറയുന്ന തെർമോഡൈനാമിക് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല, ഏത് വഴി കൂടിയാ പോണേന്നൊന്നും നോക്കുന്നില്ല. അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ്, എന്താണ് എൻട്രോപ്പി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ എൻട്രോപ്പിയിലോട്ട് വരികയാണ് കേട്ടോ. യെസ്, എൻട്രോപ്പി. അപ്പൊ നമ്മള് സ്പോണ്ടേനിയസ് പ്രോസസ് എന്താന്ന് പറഞ്ഞു. ഡെൽറ്റ എച്ച് ഉപയോഗിച്ചിട്ട് മാത്രം സ്പോണ്ടേനിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല.
പറ്റില്ല. കാരണം എക്സോതെർമിക്കലി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, എൻഡോതെർമിക്കലി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണെന്ന് എൻട്രോപ്പി. എസ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T ആണ്. ഇനി എന്താണ് എൻട്രോപ്പി എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ എൻട്രോപ്പി എസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T. ഓക്കെ, അപ്പൊ ഈ Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T ആണെന്ന് പറഞ്ഞു. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അമീഷ? Q എന്നതാ? ഹീറ്റ്. ഫുവാദെ T എന്നതാ? ടെമ്പറേച്ചർ. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അദീന? എന്തൊക്കെ കാര്യങ്ങളെ ഡെൽറ്റ എസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് എന്തിന്റെ ബേസിലാ കാൽവിൻ നടക്കുന്നേ? നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നത്? എന്തിന് വ്യത്യാസം വരുത്തുമ്പോഴാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നേ? ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി ഹീറ്റിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചതാ. ഹീറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് പറയുന്നത്. നമ്മളിപ്പോ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. പാത്രത്തിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് പൊള്ളും അല്ലേ മക്കളെ? അതെന്തുകൊണ്ടാ? ടെമ്പറേച്ചർ നമ്മൾ അത്രയും കൊടുത്തത് കൊണ്ടാ. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്താൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ട്, അതായത് ആ ടെമ്പറേച്ചർ ഉപയോഗിച്ച് നടത്തുന്ന റിയാക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ എൻട്രോപ്പി എന്ന് പറയുന്നതിനെ നമുക്ക് ഈ ഹീറ്റിനോടും ടെമ്പറേച്ചറിനോടും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ molecular disorder of a system, disorder in the system, that is entropy. Entropy is a measure of the molecular disorder in the system. സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡർനെസ്സിന്, ഓർഡർ അല്ലാതെ നടക്കുന്നതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇപ്പൊ ഞാൻ ഒരു എന്താണ് കണ്ടെയ്നർ എടുക്കുന്നു, ആ കണ്ടെയ്നറിന്റെ തൊട്ട് ഞാൻ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും ഹരിഗോവിന്ദ്? ടെമ്പറേച്ചർ കൊടുത്താൽ ഗ്യാസ് പാർട്ടിക്കിളിന് എന്നാ സംഭവിക്കും? പറയൂ. ഞാനൊരു കണ്ടെയ്നർ എടുത്തു, ആ കണ്ടെയ്നറിലെടുത്ത് ഇതിൻ്റെ അകത്ത് കുറെ ഗ്യാസ് ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ആ കണ്ടെയ്നർ പതുക്കെ ചൂടാക്കി, ടെമ്പറേച്ചർ കൊടുത്തു. എന്ത് സംഭവിക്കും എന്ന് ഞാൻ ചോദിച്ചു. ഇതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും പാർട്ടിക്കിൾസ്? എന്നെ സംഭവിക്കും? ആലോചിച്ച് നോക്കൂ. ടെമ്പറേച്ചറും പാർട്ടിക്കിളും തമ്മിലുള്ള റിലേഷൻ എന്താ? ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും പാർട്ടിക്കിൾസിന്? ഹരിഗോവിന്ദേ, നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ തൊട്ട് പഠിക്കുന്നതല്ലേ? അൽവാൻ പറഞ്ഞേ. മൂവ് ചെയ്യും. ആ മൂവ്മെന്റ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് മൂവ്മെന്റ് എന്ത് ചെയ്യും? കൂടുവോ കുറയോ? മൂവ്മെന്റ് കൂടും. മൂവ്മെന്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഡിസോർഡർനെസ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുവാണോ ഫാത്തിമത്തെ ചെയ്യുന്നത്? പറയൂ. ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു, ഞാൻ ക്വസ്റ്റ്യൻ ഒരു തവണ ഞാൻ പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചല്ല ഇരിക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒരു ടീച്ചർ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല ചോദിക്കുന്നത്, അതിനോട് ബന്ധമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. വീണ്ടും ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. യെസ്, പറയൂ. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുമെന്ന് പറഞ്ഞു അൽവാൻ. കണ്ട, ഇയാള് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ ചോദിക്കുന്നേ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ അത്രയും സമയം പോകും. ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നറിലിരിക്കുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും എന്ന് പറഞ്ഞു. മൂവ്മെന്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് കൂടുവാണോ ചെയ്യുന്നത്? ഓർഡേർഡ് അറേഞ്ച്മെന്റിലോട്ട് പോകുമോ അതോ ഡിസോർഡേർഡ് അറേഞ്ച്മെന്റിലോട്ട് പോകുമോ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഫാത്തിമത്ത്, ഡിസോർഡേർഡ് അറേഞ്ച്മെന്റിലോട്ടല്ലേ പോണേ? ഡിസോർഡർ അറേഞ്ച്മെന്റിലോട്ട് പോകും. അപ്പൊ ഡിസോർഡർനെസ് കൂടും. ഡിസോർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് എൻട്രോപ്പി കൂടുവാണോ ചെയ്യുന്നത് കുറയുവാണോ ചെയ്യുന്നത്? ഫർസീൻ, ഡിസോർഡർനെസ് കൂടുക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടുവോ കുറയുവോ? കൂടും. കാരണം എൻട്രോപ്പി എന്ന് പറയുന്നത് മെഷർ ഓഫ് മോളിക്യുലർ ഡിസോർഡറാ. മോളിക്യുലർ ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സിസ്റ്റത്തിലോട്ട് ടെമ്പറേച്ചർ കൊടുത്തു എന്ന് വിചാരിക്കുക. സിസ്റ്റം ഹീറ്റിനെ അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അവിടെ എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും. അതായത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് ആണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും. പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടി. ഡിസോർഡർനെസ് കൂടി എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ഡിസോർഡർനെസ് ഇൻക്രീസസ്. ഡിസോർഡർനെസ് കൂടും. ദാറ്റ് മീൻസ് entropy of the system increases. Entropy also increases. Entropy also increases. Okay, clear ആയോ? അപ്പൊ നമ്മള് ടെമ്പറേച്ചർ കൊടുക്കുന്ന സിസ്റ്റം, നമ്മളൊരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുത്തി. അന്നേരം അവിടെ നടക്കുന്ന പ്രോസസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം എന്ത് ചെയ്യും? കൂടും. നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ടെമ്പറേച്ചറും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും എങ്ങനെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? ഫിദ, ടെമ്പറേച്ചറും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ. യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അകത്ത് ഏറ്റവും ലാസ്റ്റിലത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടി, മോഷൻ കൂടി. മോഷൻ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടിയാൽ സ്പീഡ് കൂടുക എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്പീഡിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? സ്പീഡിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിസോർഡർ ആയി പോകും. പിന്നെ ഒരു ഓർഡർ ഒന്നും ഉണ്ടാകത്തില്ല, ചുമ്മാ ഇതിലേക്ക് കയറി ഇറങ്ങി ഓടുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ ആ ഡിസോർഡർനെസ് കൂടിയാൽ അതിനെ നമുക്ക് പറയാനായിട്ട് പറ്റും, എന്താ പറയുന്നത്? എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ് എന്ന് പറയാനായിട്ട് പറ്റും. എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ്. ഇനി നിങ്ങളൊന്ന് അസ്യൂം ചെയ്യുക. ടീച്ചർ ഒരു കണ്ടീഷൻ പറയാം. ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തു. ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തു. പക്ഷെ ഹീറ്റ് അബ്സോർബ് ചെയ്തത് ലോവർ ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കാം. ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തത് ലോവർ ടെമ്പറേച്ചറിൽ ആണ്. ഓക്കെ, ലോവർ ടെമ്പറേച്ചറിൽ ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തു. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അവിടെ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുവാണോ ചെയ്യുന്നത് കുറയുവാണോ ചെയ്യുന്നത്? മനസ്സിൽ വെച്ചോണം, ടെമ്പറേച്ചർ കുറവാണ് പക്ഷെ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം കൂടുവോ കുറയുവോ? എങ്ങനെയായിരിക്കും? നന്ദന,
നന്ദന, ഡെല്ലയുടെ വീഡിയോ ഓഫ് ആണല്ലോ ഡെല്ല. വന്നായിരുന്നു ടീച്ചർ. നന്ദന പറഞ്ഞോ. കൂടുവല്ലേ ചെയ്യണേ? എന്തുകൊണ്ട്? ടെമ്പറേച്ചർ അവിടെ കാരണം അറിയില്ല. ഓക്കെ. നമ്മള് സാധാരണ വീട്ടില് കറിയൊക്കെ വെക്കുന്ന സമയത്ത്, നിങ്ങൾ കറി വെക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കറി വെക്കുന്ന സമയത്ത് ഇപ്പൊ പെൺപിള്ളേർക്കാണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവും. കറി വെക്കുന്ന സമയത്ത് ഇപ്പൊ അമ്മ അടുപ്പത്ത് ഇപ്പൊ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും, മോരുകറി എന്തെങ്കിലും ചാറുകറി എന്തെങ്കിലും ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. അപ്പം അമ്മയ്ക്ക് ആ ചാറ് പറ്റിക്കണം. ഓക്കെ. ചാറ് പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നല്ല കുഴമ്പ് പോലെ ആക്കി എടുക്കുന്നു വിചാരിച്ചോളൂ കറി. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം ഇല്ല. പക്ഷെ അതിനകത്തുള്ള മസാലയൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് പിടിക്കുകയും വേണം. ഓക്കെ. അതിനുവേണ്ടി അമ്മ ഫ്ലെയിം കൂട്ടിയിടുവാണോ ചെയ്യുന്നത്, ഫ്ലെയിം കുറച്ചിടുവാണോ ചെയ്യുന്നത്? അതിപ്പോ ആണുങ്ങൾക്കാണെങ്കിലും അറിയായിരിക്കും. വെള്ളം വറ്റിക്കണം, പക്ഷെ വെള്ളം പറ്റി തീരെ കരിഞ്ഞുണങ്ങി പോകാൻ പാടില്ല. നമുക്കൊരു കുഴമ്പ് പോലെയൊക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ദേവിക പറഞ്ഞ മോളെ. ലോ ഫ്ലെയിമിലിടുവോ ഹൈ ഫ്ലെയിമിലിടുവോ? ലോ ഫ്ലെയിമിലിടും. സോജു പറഞ്ഞേ, ഹൈ ഫ്ലെയിമിലിട്ടാൽ എന്നാ സംഭവിക്കും? പെട്ടെന്ന് വെള്ളം പറ്റും. പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും അല്ലെ? പെട്ടെന്ന് വെള്ളം പറ്റിപ്പോവും. പക്ഷെ നമുക്ക് വേണ പരിപാടി അവിടെ നടക്കത്തില്ല. വെള്ളം പറ്റണ പരിപാടി മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കും, ഹീറ്റ് കൊടുക്കും ആണല്ലോ. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ നമ്മള് ഹീറ്റ് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ റാൻഡംനെസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ അലീന? തിളയ്ക്കുന്ന പാർട്ടിക്കിൾസിന്റെ നമ്പർ കൂടുതലായിരിക്കുവോ കുറവായിരിക്കുവോ അലീന? കൂടുതലായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ കറിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് പോയി ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നല്ലൊരു ചാറ് കറി, ഉരുളക്കിഴങ്ങ് കറി എന്തെങ്കിലും വെച്ചോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാണാൻ പറ്റും. നമ്മള് ചെറിയ ടെമ്പറേച്ചറിലാണ് പാത്രത്തിൽ വെച്ചിട്ട്, പാത്രം തേച്ചു കേട്ടോ, ചൂടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞി ബബിൾസ് അതിൻ്റെ അകത്ത് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ ചെറിയ ചെറിയ ബബിൾസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ. അതേസമയം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എന്നാ സംഭവിക്കും? ഈ ചെറുതിന് പകരം വലിയ വലിയ തിളയായിരിക്കും ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. വലിയ വലിയ ബബിൾസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് തിളച്ചു പോകത്തില്ലേ മക്കളെ? ഇപ്പൊ പച്ചവെള്ളമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര സ്പീഡിൽ തിളയ്ക്കും. അന്നേരം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ആ ബബിൾസിന്റെ നമ്പർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതേസമയം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചിട്ടാ ചൂടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ബബിൾസിന്റെ നമ്പർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കുറെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഇങ്ങനെ പൊങ്ങിത്താണ് അതിൻ്റെ അകത്ത് കിടന്ന് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലിയ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ തിളയ്ക്കുന്നതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷെ അതിനകത്തുള്ള നമ്പറുകൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ളവരൊന്ന് കൈ നോക്കിക്കേ. ലോ ടെമ്പറേച്ചറിൽ തിളയ്ക്കുന്നതും ഹൈ ടെമ്പറേച്ചറിൽ തിളയ്ക്കുന്നതും കണ്ടിട്ടുള്ളവര് ഇങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ആണോ വരിക? ആണോ ഫുവാദേ? ഹൈ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ചു മറിഞ്ഞിട്ട് അങ്ങോട്ട് തീർന്നു പോകും. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ പതുക്കെ പതുക്കെ അവിടെ ഇരുന്ന് അങ്ങോട്ട് തിളച്ചോളും. കുറെ ചെറിയ ചെറിയ ബബിൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, ലോ ടെമ്പറേച്ചറിലാണോ ഹൈ ടെമ്പറേച്ചറിലാണോ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുതൽ? ഏത് ടെമ്പറേച്ചറിലായിരിക്കും ആൻവരിയ? ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ റാൻഡംനെസ് എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് സെയിം ആയിക്കോട്ടെ, ഹൈ ടെമ്പറേച്ചറോ ലോ ടെമ്പറേച്ചറോ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് സെയിം ആയിക്കോട്ടെ, പക്ഷേ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുതൽ എവിടെയായിരിക്കും? ലോ ടെമ്പറേച്ചറിൽ ആയിരിക്കും കമ്പയർഡ് വിത്ത് ഹൈ ടെമ്പറേച്ചർ.
അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പിയും ടെമ്പറേച്ചറും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? ഖദീജ പറഞ്ഞേ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്, അത് കൂടുതൽ ലോ ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പിയും ടെമ്പറേച്ചറും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? ഖദീജ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുതലാണ്, അപ്പം എൻട്രോപ്പിയും എന്ത് ചെയ്യും? കൂടും. ഹീറ്റ് അബ്സോർബ് ചെയ്താലാണ് എന്നാ സംഭവിക്കുള്ളൂ? ഡിസോർഡർനെസ് ഉണ്ടാകുള്ളൂ. അത് ഏത് ടെമ്പറേച്ചറിൽ ചെയ്താൽ നന്നായിട്ട് ഡിസോർഡർനെസ് ഉണ്ടാകും? ലോ ടെമ്പറേച്ചറിൽ നല്ല ഡിസോർഡർനെസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു Q reversible divided by T. കണ്ടോ? ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഡെൽറ്റ എസ് ടെമ്പറേച്ചറിന് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. ഈ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതിയതല്ലേ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ, മോളിക്കുലർ ഡിസോർഡർ ആണ്. സോ ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ഡിസോർഡർനെസ് കൂടും, എൻട്രോപ്പി കൂടും. പിന്നെ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. വെൻ a certain quantity of heat is added to a system at a lower temperature, this causes greater randomness than when the quantity the same quantity of heat is added to it at a higher temperature. Thus, entropy is inversely proportional to temperature and directly proportional to Q, or delta S is equal to Q reversible divided by T. Yes, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ടീച്ചർ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെറിയൊരു നോട്ട് പോലെ ഒരുമിച്ചാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇന്നലെ തൊട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലായിരുന്നോ? എൻട്രോപ്പി, സ്പോണ്ടേനിറ്റി എന്താണ്, ആദ്യം അതിന്റെ ഡെഫിനീഷൻ പറഞ്ഞു. പിന്നെ ഡെൽറ്റ എച്ച്, ഏതൊക്കെ പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളത്? ഡെൽറ്റ എച്ച് ഉള്ളത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം സ്പോണ്ടേനിയസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഡെൽറ്റ എച്ച് ഉപയോഗിച്ച് നമുക്കൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സ്പോണ്ടേനിറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ആണ് എൻട്രോപ്പി. അപ്പൊ എൻട്രോപ്പിയുടെ ഡെഫിനേഷൻ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻ എഴുതി. പിന്നെ അത് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ എന്നുള്ള കാര്യം വരെ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത്രയും കാര്യം പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ഹീറ്റ് അബ്സോർബ് ചെയ്യാതെ നടക്കുവോ ഇല്ലയോ? Can the entropy of the system increases even without any absorption of heat? ഹീറ്റ് അബ്സോർബ് ചെയ്യാതെ ക്യൂവിന്റെ വാല്യൂ
0 ആയിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. Q0 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നമുക്കറിയാം. ക്യൂവിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് 0. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നാലോചിച്ചു. അലീഫ കേട്ടില്ല മോളെ? കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. എൻട്രോപ്പി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഹീറ്റ് കൊടുക്കാതെ ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടില്ല അങ്ങനെയാണോ പറഞ്ഞേ? തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യത്തെ പഠിക്കുന്നതല്ലേ. പറയൂ. ഓക്കെ, അനിറ്റയ്ക്ക് എന്നാ പറയാനുള്ള? Can the entropy of the system increase even without any absorption of heat? Q is equal to 0. ടീച്ചർ കൂടില്ലാന്ന് തോന്നുന്നു. കൂടില്ലാന്ന് തോന്നുന്നു. യെസ്. അപ്ലൈക്ക് എന്നാ തോന്നുന്നേ? കൂടില്ല. ഹീറ്റ് കിട്ടിയാൽ മാത്രമേ ഡിസോർഡർനെസ് കൂടത്തുള്ളൂ. ഓക്കെ, നമ്മള് വീട്ടിലൊക്കെ അമ്മമാര് വടിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓടൂലേ? നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ തല്ലും പടയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചോറിലും പൊക്കി പിടിച്ചോണ്ട് അമ്മ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഓടും. ഇല്ലേ അപ്പള? വീട്ടിലൊരു 5-6 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 2-3 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് ഓടും. ഇല്ലേ അപ്പള? വടിയെടുത്താൽ മാത്രമാണ് ഓടുള്ളൂ, അല്ലെങ്കിൽ ഓടില്ലേ? ചുമ്മാതെയാണെങ്കിൽ ഓടില്ലേ? വടിയെടുത്താൽ എന്തായാലും ഓടും. കാരണം തല്ലിന്റെ ചൂട് കിട്ടും എന്നുള്ള പേടിയില്ല അല്ലെ? തല്ലിയ നല്ല ചൂടാവും അല്ലെ? ആദ്യം ചൂടാവും അമ്മ, അതിനുശേഷം തല്ലി കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂടെടുക്കും അല്ലെ? തല്ലി കഴിയുമ്പോഴത്തേക്കും അടികൊണ്ട ഭാഗത്ത് നല്ല ചൂടെടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കിട്ടി, നമ്മൾ ഓടി. അതാ ഞാൻ ചോദിച്ചത്, ഈ വടിയെടുത്താൽ മാത്രമാണോ നമ്മൾ ഓടുകയുള്ളൂ? ആണോ സാലിഹേ? ആണോ? അല്ല, വടിയെടുക്കാതെ നമ്മൾ ഓടും. അമ്മ വരണ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓടും. ഇല്ലേ? അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമാണോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുള്ളൂ? ഹീറ്റ് അബ്സോർബ് ചെയ്യാതെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യോ ഇല്ലയോ? ആലോചിച്ചു. മരിയക്ക് എന്നാ പറയാനുള്ള? ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമാണോ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുകയുള്ളൂ? അല്ലാണ്ടും കൂടില്ലേ? എങ്ങനെ? അല്ലാതെ എങ്ങനെയായിരിക്കും കൂടുക? അതറിയില്ല ടീച്ചർ. എക്സാമ്പിളിന്ന് അങ്ങനെ തോന്നി, അല്ലാണ്ട് കൂടാൻ പാടില്ലേന്ന്. യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീച്ചർ നമുക്ക് നോക്കാം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാന് ഒരു പാത്രം എടുത്തു. ഓക്കെ, ഇതൊരു പാത്രം. ഈ പാത്രത്തിന്റെ നടുക്ക് ഞാനൊരു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെച്ചെന്ന് വിചാരിക്കാം. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിന്റെ നടുക്ക് ഞാനൊരു പാത്രം വെച്ചു. പാത്രമല്ല, ഒരു സെപ്പറേഷൻ വെച്ചു എന്ന് വിചാരിക്കുക ഇതിന്റെ നടുക്ക് കേട്ടോ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഇതൊരു പാത്രമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഞാന് ഈ പാത്രത്തിന്റെ നടുക്ക് വേറെ ഒരു സെപ്പറേറ്റ് ചെയ്ത സാധനം വെച്ചു. ഓക്കെ, അത് മൂവബിൾ ആണ്. ഇവിടെ ഒരു കുഴയും കൂടെ കൊടുത്തേക്കാം. യെസ്, ഇത് മൂവബിൾ ആട്ടോ. മൂവബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മുകളിൽ നിന്ന് മുകളിലോട്ട് താഴത്തോട്ട് പൊക്കാനും പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഒരു പാത്രം, ആ പാത്രത്തിന് 2 കള്ളിയുണ്ട് എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. 2 കള്ളിയുണ്ട്. ആ കള്ളികളെ സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? മൂവബിൾ ആയിട്ടുള്ള ഒരു പിസ്റ്റൺ വെച്ചിട്ടാണ് ആ കള്ളികളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് പൊക്കാനും പറ്റും, അത് താത്താനും പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ അകത്ത് ഇപ്പൊ ഞാനത് അടച്ചു വെച്ചിരിക്കട്ടെ. ഇപ്പൊ 2 സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കുന്നേ. അതിന്റെ അകത്ത് 2 ഗ്യാസുകൾ ഞാൻ ഫില്ല് ചെയ്തു. 2 ഗ്യാസുകൾ ഞാൻ എൻ്റെ അകത്ത് ഫില്ല് ചെയ്തു. ഓക്കെ,
ഇതിന്റെ അകത്ത് ഒരു ഗ്യാസ്, ഇതിന്റെ അകത്ത് നിറച്ചും കുറെ ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ട്. ഒരു ടൈപ്പ് ഗ്യാസ്, അതിന് ഞാൻ എ എന്ന് വിളിച്ചു. ഈ പാത്രത്തിൽ മുഴുവൻ, ഈ ഭാഗത്ത് മുഴുവൻ ആ പാർട്ടിക്കിളാ. ഓക്കെ, ഇതിന്റെ അകത്ത് മുഴുവൻ ആ പാർട്ടിക്കിൾ ആണ്. ദെൻ ഈ സൈഡിൽ ഞാൻ വേറെ ടൈപ്പ് പാർട്ടിക്കിൾ വെച്ചു, ബി എന്ന് പറയുന്ന ഒരു ഗ്യാസ് വെച്ചു. രണ്ടും ഗ്യാസ് ആണ് കേട്ടോ. എ എന്ന് പറയുന്ന ഗ്യാസും ഉണ്ട്, ബി എന്ന് പറയുന്ന ഗ്യാസും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് ഗ്യാസ് ഞാൻ എടുത്തു. എ എന്ന് പറയുന്നു, ബി എന്ന് പറയുന്നു, രണ്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മൂവബിൾ പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, രണ്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഓക്കെ, ഞാന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂവ് ചെയ്യാൻ പറ്റുന്ന പിസ്റ്റൺ അങ്ങോട്ട് മാറ്റി. എന്നെ സംഭവിക്കും അപ്സറെ? പാർട്ടീഷൻ കളഞ്ഞു, അതായത് ആ സെപ്പറേഷൻ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റി. എന്ത് സംഭവിക്കും? രണ്ടും റിയാക്ട് ചെയ്യില്ലേ? രണ്ടും റിയാക്ട് ചെയ്യില്ലാത്ത രണ്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിച്ചോളൂ. എന്ത് സംഭവിക്കും എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. റിയാക്ഷൻ ഒക്കെ രണ്ടും കൂടി എന്ത് ചെയ്യും? ഒരുമിച്ചാവും. ഞാൻ ആ പിസ്റ്റൺ റിമൂവ് ചെയ്താൽ, when the partition is withdrawn, the gases diffuse into each other. ആ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താ? ഡിഫ്യൂഷൻ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കല്ലേ ഡിഫ്യൂഷൻ? അതിന്റെ വാക്ക് കേട്ടിട്ടില്ലേ മക്കളെ? ഡിഫ്യൂഷൻ കേട്ടിട്ടുള്ളവരൊക്കെ ഇത് കൈകൊണ്ടിരിക്കേ. ഡിഫ്യൂഷൻ, മിക്സിംഗ് ഓഫ് ഗ്യാസസിന് പറയുന്ന പേരാണ് എന്ത്? ഡിഫ്യൂഷൻ. ഡിഫ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ പാർട്ടീഷൻ വിഡ്രോ ചെയ്താൽ ഗ്യാസസ് രണ്ടും കൂടെ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാന് ആ പാർട്ടീഷൻ മാറ്റുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ഈസി ആയിട്ട് എ എന്ന് പറയുന്ന ഗ്യാസിനെ ഈസി ആയിട്ട് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇല്ലേ? കാരണം എനിക്കറിയാം ഈ കണ്ടെയ്നർ ഫുൾ എ ആണ്, അതുകൊണ്ട് എ എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ബി ഇപ്പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ബിനെയും ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോ ആ പാർട്ടീഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് രണ്ടും കൂടി മിക്സ് ചെയ്തു പോയി. അപ്പൊ ഞാന് അതിൽ നിന്നും ഒരു പാർട്ടിക്കിൾ എടുത്താൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ ഇത് ബി ആണ് അല്ലെങ്കിൽ ഇത് എ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഭീമ? ഇല്ല. എനിക്കത് എ ആണോ ബി ആണോ എന്ന് അറിയത്തില്ല, കാരണം ഗ്യാസ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രേ അറിയാവുള്ളൂ. ഇതിന്റെ അകത്ത് എ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, ഇതിന്റെ അകത്ത് ബി എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്. ഞാൻ ഈ പാത്രത്തിൽ കൈയിട്ടാൽ എനിക്ക് എ കിട്ടും, ഈ പാത്രത്തിൽ കൈയിട്ടാൽ എനിക്ക് ബി കിട്ടും. പക്ഷെ അത് മിക്സ് ആയി പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എ ആണോ ബി ആണോ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതിന്റെ കാരണം എന്താന്ന് വരിക? എന്തുകൊണ്ടാ എനിക്ക് പറയാൻ പറ്റാത്ത? അത് രണ്ടും കൂടി മിക്സ് ആയി പോയപ്പോ മിക്സ് ആയി പോയപ്പോ എന്നാ സംഭവിക്കും? അത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആയി കിടക്കില്ലേ? അപ്പൊ പറയാൻ പറ്റില്ലല്ലോ. മിക്സ് ആയി കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ മൂവ്മെന്റ് എന്ത് ചെയ്യും? കൂടുവോ കുറയോ? കൂടും. കാരണം എന്താ? ഗ്യാസ് പാർട്ടിക്കിൾസ്, എ എന്ന് പറയുന്ന ഗ്യാസ് പാർട്ടിക്കിള് ആദ്യം ഇരുന്ന വോളിയത്തിനേക്കാളും കൂടുതൽ വോളിയത്തിലോട്ടാ മാറിയത്. ആ പാർട്ടീഷൻ അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് ആ ഫുൾ കണ്ടെയ്നറിൽ അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കും അതുപോലെ തന്നെയാ. ബി ഇരുന്ന സ്പേസ് അങ്ങോട്ട് കൂടി. അപ്പം നമുക്കറിയാം ഏതൊരു ഗ്യാസ് ആണെങ്കിലും ഏത് കണ്ടെയ്നറിൽ വെച്ചാലും അത് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ മൂവ്മെന്റ് സ്പേസ് കൂടുന്നതിനനുസരിച്ച് മൂവ്മെന്റും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഡിസോർഡർനെസ് കൂടുവാണോ ചെയ്യുന്നത് കുറയുവാണോ ചെയ്യുന്നത് അനീസ? ഡിസോർഡർനെസ് എന്ത് ചെയ്യും അനീസ? കേട്ടില്ല മോളെ? കേൾക്കാൻ പാടില്ല. അബിയ, ഡിസോർഡർനെസ് എന്ത് ചെയ്യും? കൂടും. ഡിസോർഡർനെസ് കൂടുക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യും? അപ്സർ കൂടുവോ കുറയുവോ? ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടിയാൽ എൻട്രോപ്പി കൂടും. കണ്ടോ? അപ്പൊ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ നസ്രീൻ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാൻ? ഇല്ല. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ മാത്രമേ എൻട്രോപ്പി കൂടുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എൻട്രോപ്പി പറയാൻ പറ്റുന്നത് എൻട്രോപ്പി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം ഉപയോഗിച്ചാൽ നമ്മൾ പറയുന്നത് ഡിസോർഡർനെസ്. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടി, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കുറഞ്ഞാൽ എൻട്രോപ്പി കുറയും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
അപ്പൊ ആ ഒരു കണ്ടീഷനെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ക്യാൻ ഇൻക്രീസ് ഈവൻ വിത്തൗട്ട് എനി അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ്. അപ്പൊ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം ക്യാൻ increase. Entropy of the system can increase even without any absorption of heat. ഹീറ്റ് കൊടുത്താൽ മാത്രമല്ല ഡിസോർഡർനെസ് ഉണ്ടാകുന്നത്, അല്ലാതെയും ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് എന്ത് ചെയ്യാൻ പറ്റും? കൂടാനായിട്ട് പറ്റും. കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, ടീച്ചർ ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, ഇച്ചിരി മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ സ്പോണ്ടേനിറ്റി. അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നത്. ആദ്യം നമ്മൾ എന്താ സ്പോണ്ടേനിയസ് പ്രോസസ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇറിവേഴ്സിബിൾ ആണ്, എക്സ്റ്റേണൽ ഏജൻസി കൊടുത്താൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്പോണ്ടേനിയസ് പ്രോസസ്സുകള് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അവരുടെ സ്പോണ്ടേനിറ്റി അതെങ്ങനെ നടക്കും, പെട്ടെന്ന് നടക്കുവോ, അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തത്. ഓക്കെ, അതിന് മുമ്പ് ഏതൊക്കെ ടൈപ്പ് സ്പോണ്ടേനിയസ് പ്രോസസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സും ഉണ്ട്, ഹീറ്റ് റിലീസ് ചെയ്തിട്ടുള്ളതും ഉണ്ട്. അതായത് എക്സോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. അപ്പൊ നമുക്ക് എൻതാൽപി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോയിന്റ് വെച്ചിട്ട് മാത്രം. അതായത് എക്സോതെർമിക് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, അല്ലെങ്കിൽ എൻഡോതെർമിക് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ട് രീതിയിലുള്ള സ്പോണ്ടേനിയസ് പ്രോസസ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ടൈം ഉപയോഗിക്കാം. എന്താണ്? എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓഫ് ദി സിസ്റ്റം. അതൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആണ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Q റിവേഴ്സിബിൾ ബൈ T. അതായത് ലോ ടെമ്പറേച്ചറിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. ലോ ടെമ്പറേച്ചറോ ഹൈ ടെമ്പറേച്ചറോ ഏത് കേസിലും ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ഡിസോർഡർനെസ് ഉണ്ട്. അത് ഏത് ടെമ്പറേച്ചറിലാണ് കൂടുതൽ നടക്കുന്നത്? ലോ ടെമ്പറേച്ചറിലാണ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുതൽ. അതായത് എൻട്രോപ്പിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എൻട്രോപ്പി ഹീറ്റിന് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്നും പറഞ്ഞുകൊണ്ട് ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രോപ്പി ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹീറ്റ് കൊടുക്കാതെയും എന്ത് ചെയ്യാം? എൻട്രോപ്പി ഉണ്ടാകാം. കാരണം ഗ്യാസ് പാർട്ടിക്കിൾസ് മിക്സ് ചെയ്താൽ അവിടെ എൻട്രോപ്പി ഉണ്ട്. അപ്പം ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻട്രോപ്പി എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താ പറഞ്ഞെന്ന്? ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ എങ്ങനെയായിരിക്കും എൻട്രോപ്പി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വാട്ട് ഈസ് എൻട്രോപ്പി? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്? അഞ്ജന, what is an isolated system? Isolated matterum, both matter and energy. Both matter and energy. Matterum energy പുറത്തോട്ട് പോകണ്ടല്ലേ? പുറത്തോട്ട്, അതാണ് എനിക്ക് കേൾക്കണ്ടേ. പുറത്തോട്ട് പോകുകയോ ഇല്ലയോ? പോവില്ല. യെസ്, പോവില്ല. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റിന്റെയോ മാറ്ററിന്റെയോ എക്സ്ചേഞ്ച് ഇല്ലാത്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഹീറ്റ് പുറത്തോട്ട് പോകുന്നില്ല, ഹീറ്റ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻട്രോപ്പി അവിടെ കൂടുതലാണോ കുറവാണോ? നന്ദന ആലോചിച്ച് നോക്കിയിട്ട് പറയുക. നന്നായിട്ട് ആലോചിച്ച് നോക്കിയിട്ട് വേണം പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റോ മാറ്ററോ വെളിയിലോട്ട് പോകത്തില്ല, സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഹീറ്റ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുതൽ ആണോ കുറവാണോ? നന്ദന. കൂടുതലായിരിക്കും. കാരണം എന്താ നിമ? ഹീറ്റ് ഉള്ളതുകൊണ്ടല്ലേ? ഹീറ്റ് ഉള്ളത് കൊണ്ട്. ഹീറ്റ് വെളിയിലോട്ട് പോകുന്നില്ല,
ഹീറ്റ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസോർഡർനെസ് എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. എപ്പോഴും ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് കൂടുതൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ സ്പോണ്ടേനിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. ഹെഡിങ് ഒന്ന് കൊടുത്തോളൂ കേട്ടോ. സ്പോണ്ടേനിറ്റി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നറിയണം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചർ വീണ്ടും ഇവിടെ എഴുതി വെക്കുന്നില്ല. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആൻഡ് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ്സ് ആണ്. അപ്പൊ സിസ്റ്റത്തിന്റെ ഉള്ളിലെ ഹീറ്റ് എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പം സിസ്റ്റത്തിന് naturally there is always in an isolated system there is always a natural tendency of the system to become more disturbed. സിസ്റ്റത്തിന് സ്വന്തമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാനുള്ള ടെൻഡൻസി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എൻട്രോപ്പി ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് always greater than 0. Always greater than 0. Okay. Always greater than 0. Okay. അപ്പൊ നമുക്കറിയാം യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാ മക്കളെ? യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണോ അല്ലയോ? അനിറ്റ ആണോ മോളെ? അതെ. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാണ് അൽവാൻ? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാ യൂണിവേഴ്സ്? സിസ്റ്റവും സറൗണ്ടിങ്ങും. സിസ്റ്റവും സറൗണ്ടിങ്സും. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ആണ്. അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ ഞാൻ ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് പകരം ഇവിടെ ഞാൻ എഴുതി കൊടുക്കുവാണ്. എൻതാൽപി ഓഫ് ദി സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് ദി സറൗണ്ടിങ്സ് ഈസ് ഈക്വൽ ടു എൻട്രോപ്പി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇത് സം ചെയ്താൽ എൻട്രോപ്പി ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം I, which is greater than 0. It is the criterion of spontaneity. This is the criterion of spontaneity. This is the criterion of spontaneity. അപ്പൊ സ്പോണ്ടേനിറ്റിയുടെ ഒരു കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത് എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. Always greater than 0. ഓക്കെ, അവിടെ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിപ്പോ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. പക്ഷെ നിങ്ങൾ ആ ടേം കേട്ടിട്ടുണ്ടാകും. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. ഇക്വിലിബ്രിയം എന്താ ദേവിക? ഇക്വിലിബ്രിയം പറഞ്ഞോ. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ അല്ലേ? റിവേഴ്സിബിൾ. അതെ, റിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിളും റിവേഴ്സിബിളും കൂടെ ഒരു പോയിന്റിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് തന്നെ. യെസ്, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും, മുമ്പോട്ടുള്ള റിയാക്ഷനും പുറകോട്ടുള്ള റിയാക്ഷനും ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത് ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെത് ഓർക്കാൻ പറ്റുന്നവർ ഓർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ എങ്ങനെയായിരിക്കും? മുമ്പോട്ട് നടക്കുന്ന റിയാക്ഷനും പുറകോട്ട് നടക്കുന്ന റിയാക്ഷന്റെയും റേറ്റ് എങ്ങനെയായിരിക്കും? ഒരുപോലെയായിരിക്കും. ഒരുപോലെയായിരിക്കും നടക്കുന്നത്.
മുമ്പോട്ടുള്ളതും പുറകോട്ടുള്ളതും, അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആകുന്നതും തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആകുന്നതും ഒരുപോലെ നടക്കുക. അതിന്റെ റേറ്റ് ഒരുപോലെ വരുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഒരുപോലെ വരുന്നതിനെ നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഇന്ന് അസ്യൂം ചെയ്യുവാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. ആ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ മുമ്പോട്ടും പുറകോട്ടും ഉള്ളത് ഒരുപോലെയാണെങ്കിൽ അവിടെ എൻട്രോപ്പി 0 ആയിരിക്കും. അതെല്ലാ തെർമോഡൈനാമിക് ഫംഗ്ഷനും അങ്ങനെയാണ് കേട്ടോ. ഇക്വിലിബ്രിയത്തിൽ എല്ലാരും 0 ആയിരിക്കും, ഏത് തെർമോഡൈനാമിക് ഫംഗ്ഷനും. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഈ പോയിന്റിന്റെ ഒപ്പം അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. when an isolated system is in equilibrium, ഐസൊലേറ്റഡ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ ഡിസോർഡർനെസ് ഭയങ്കര കൂടുതലായിരിക്കും. എൻട്രോപ്പി വിൽ ബി മാക്സിമം. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുതലാണ്. ആൻഡ് ഡെൽറ്റ എസ് ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഇനീഷ്യലും ഫൈനലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്താൽ അത് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് delta S surroundings is equal to delta S isolated system which is equal to 0. Condition for equilibrium. Condition for equilibrium. Condition for equilibrium. Condition for equilibrium. Okay. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോളുക. പ്രോസസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിവേഴ്സിബിൾ പ്രോസസ് ആയിക്കോട്ടെ, ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിക്കോട്ടെ, ഡെൽറ്റ എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി ആണ്. Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി. ഡെൽറ്റ എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി. അതൊരിക്കലും Q ഇറിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി അല്ല. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലാണ് നടക്കുന്നത്. അതൊരിക്കലും ഇറിവേഴ്സിബിൾ അല്ല. നമ്മൾ എപ്പോഴും റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ ആണ് പറയുന്നത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ അല്ല. മുമ്പോട്ടും പുറകോട്ടും നടക്കാം. സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ ഇറിവേഴ്സിബിൾ മാത്രമല്ലല്ലോ ഉള്ളത്, റിവേഴ്സിബിൾ പ്രോസസ്സുകളും ഇല്ലേ? യെസ് ദേവിക പറഞ്ഞ മോളെ. delta S system plus delta S surroundings is equal to delta S isolated system greater than 0 ഇല്ലേ? അതെന്താണ് ഒന്നുകൂടെ പറയാമോ? എൻട്രോപ്പി കൂടുതലാണ്, ഡിസോർഡർനെസ് കൂടുതലാണ്. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത 0യിൽ കൂടുതലേ വരുള്ളൂ എന്നാ പറഞ്ഞത്. ചേഞ്ച് ഇൻ എൻട്രോപ്പി കൂടുതൽ ആയിരിക്കൂന്ന്. ഓളെ നോക്കൂ, ഇതൊരു കണ്ടെയ്നർ. ഓക്കെ, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഇനീഷ്യലി ഇതിന്റെ അകത്ത് ഇത്രയും ഗ്യാസ് പാർട്ടിക്കിൾസ് ഈ ഒരു ഏരിയയിൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഹീറ്റ് കിട്ടി. ഹീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മൂവ്മെന്റ് കുറച്ചും കൂടെ ഏരിയയിലോട്ട് കൂടി. അവർ ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടുത്തെ ഡിസോർഡർനെസ് എങ്ങനെയായിരിക്കും? കൂടുവാണോ ചെയ്തത്, കുറയുവാണോ ചെയ്തത്? ടെമ്പറേച്ചർ ഹീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഡിസോർഡർനെസ് കൂടുവോ കുറയുവോ? കൂടും. കൂടും. ഞാനിപ്പോ അതിന് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുവാണ്. ആദ്യം ഡെൽറ്റ എസ് 10 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഡെൽറ്റ എസ് 20. ഓക്കെ, സോറി, എസ് ഇനീഷ്യലി 10, ഫൈനലി 20. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? അപ്പൊ 20 മൈനസ് 10 ചെയ്താൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? ഗ്രേറ്റർ ദാൻ 0.
അത്രേ ഉള്ളൂ. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഒരിക്കലും നെഗറ്റീവ് വരില്ല, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാ. അപ്പൊ നമ്മൾ ഫൈനൽ മൈനസ് ഡിസോർഡർനെസ് കൂടുകയുള്ളൂ എന്തായാലും, അത് കുറയുമല്ലോ ചെയ്യുന്നേ. അപ്പൊ ഡിഫറൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എപ്പോഴും എങ്ങനെ കിട്ടുന്നേ, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം കാരണം പുറത്തോട്ട് ഹീറ്റോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല, അവിടെ ഡിസോർഡർനെസ് എപ്പോഴും കൂടുക മാത്രമേ ചെയ്യുള്ളൂ സിസ്റ്റത്തിന്റെ ഉള്ളിൽ, ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ. മനസ്സിലായോ? ടീച്ചർ അപ്പൊ ഈ ഡെൽറ്റ എസ് ഓഫ് ദ സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് ഓഫ് സറൗണ്ടിങ്സ് ചെയ്യുന്നുണ്ട്. അത് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ അല്ലേ യൂണിവേഴ്സ്. ക്ലിയർ ആയിട്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഓൾറെഡി ഒരു സിസ്റ്റം സറൗണ്ടിങ്സും ഉണ്ടല്ലോ. അതാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരും കേട്ടോ. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ പുറത്ത് സറൗണ്ടിങ്സും ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടോ. ഏതൊരു സിസ്റ്റം എടുത്താലും സിസ്റ്റത്തിനെ ചുറ്റിപ്പറ്റി അവിടെ സറൗണ്ടിങ്സ് ഉണ്ട്, അവിടെ സിസ്റ്റം മാത്രം അല്ല ഉള്ളത്. നമ്മള് എക്സ്ചേഞ്ച് പറയുന്നത് സിസ്റ്റം വിത്ത് സറൗണ്ടിങ്സ്, അപ്പൊ പേര് കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ ബേസിലാന്ന് മാത്രമേ ഉള്ളൂ, അവിടെ സറൗണ്ടിങ്സും അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ശരി ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലേ, പിന്നെ ഈ സിസ്റ്റം പ്ലസ് അഗെയിൻ സറൗണ്ടിങ്സ് എവിടെ നിന്ന് വന്നു? ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് അല്ലെ. യൂണിവേഴ്സ് എങ്ങനെയാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അതിന്റെ അത് സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്, അതാണ് സെപ്പറേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയി. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 182 എടുക്കുക. പേജ് നമ്പർ 182. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. യെസ്, ഇതൊന്ന് വായിച്ച മോളെ. എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. യെസ്, അവിടെ അവസാനിച്ചു, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി ഇല്ല, നിങ്ങൾക്ക് പഠിക്കാനില്ല. അത് നമുക്കല്ലെങ്കിലും ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി വരുന്നുണ്ട്. വീണ്ടും അതിവിടെ വീണ്ടും പറയേണ്ട കാര്യമില്ല. യെസ്, അത് അന്നേരം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇക്വിലിബ്രിയം എന്ന് വീണ്ടും പറയുന്നു. യെസ്, ഓക്കെ. വായിച്ച മോളെ ഫിദ. Entropy and spontaneity. Let us examine such a case in which delta H is equal to 0, that is, there is no change in enthalpy, but still the process is spontaneous. Let us consider diffusion of two gases into each other in a closed container, which is isolated from the surroundings, as shown in figure 6.11. Two gases, the two gases, a gas A and gas B, are represented by black dots and white dots, respectively, and separated by a movable partition. When the partition is withdrawn, the gases begin to diffuse into each other, and after a period of time, diffusion will be complete. Let us examine the process. Before partition, if we were to pick up the gas molecule from left container, we would be sure that these will be molecules of gas A, and similarly, if we were to pick up the gas molecule from right container, we would be sure that these will be molecules of gas B. But if we were to pick up molecule from container when partition is removed, we are not sure whether the molecules picked are of gas A or gas B. We say that the system has become less predictable or more chaotic. We may now ഡിസോർഡർനെസ് കൂടി നാട്ടോ, മൂവ്മെന്റ് കൂടി നാട്ടോ ഉദ്ദേശിക്കുന്നത്. കയോട്ടിക്, കയോട്ടിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് കൂടി, ആ ഒരു മീനിങ്ങിലാട്ടോ പറയുന്നേ. Yes. We may now formulate another postulate. In an isolated system, there is always a tendency for the system's energy to become more disordered or chaotic, and this could be a criterion for spontaneous change. At this point, in an isolated system, there is always tendency for the system's energy to become more disordered or chaotic, and this could be a criterion for spontaneous change. Yes, Nima. At this point, Nima. At this point, we introduce another thermodynamic function, entropy, denoted as S. The above mentioned disorder is the manifestation of entropy. To form a mental picture, one can think of entropy as a measure of the degree of randomness or disorder in the system.
The greater the Underline. disorder, Underline ചെയ്തേ. Entropy is a measure of the degree of randomness or disorderness in the system. The greater the disorder in an isolated system, higher is the entropy. Higher is the entropy. Underline ചെയ്യാട്ടോ. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്സിനെ മെഷർ ചെയ്യാനാണ് എൻട്രോപ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിസോർഡർനെസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പി കൂടും. യെസ്, കണ്ടിന്യൂ. അദീന വായിച്ച മോളെ. As far as a chemical reaction is concerned, this entropy change can be attributed to rearrangement of atoms or ions from one pattern in the reactants to another in the product. If the structure of the product is very much disordered than that of a reactant, there will be a resultant increase in entropy. The change in entropy accompanying in a chemical reaction may be estimated qualitatively by a consideration of the structures of the species taking part in the reaction. Decrease in regularity in structure would mean increase in entropy. For a given substance, the crystalline solid state is a state of lowest entropy. The gaseous state is state of highest entropy. Yes. അവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം എൻട്രോപ്പി പറഞ്ഞു, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ്. അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടി എൻട്രോപ്പി പറയും. ഡിസോർഡർനെസ് കൂടിയാൽ എൻട്രോപ്പി കൂടും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ അവര് 3 സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് സോളിഡ് സ്റ്റേറ്റ് എടുത്തു, ലിക്വിഡ് എടുത്തു, ഗ്യാസ് എടുത്തു. എവിടെയാ നല്ല അറേഞ്ച്മെന്റിൽ പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്നത് കാൽവിൻ? റെഗുലർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സിസ്റ്റത്തിലാണ്, ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? സോളിഡിൽ അപ്പൊ ഡിസോർഡർനെസ് കൂടുതലാണോ കുറവാണോ? ഡിസോർഡർനെസ് ടീച്ചർ, ഡിസോർഡർനെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെതറി കിടക്കുവാന്നല്ലേ? അത് കുറവാണോ കൂടുതലാണോ? സോളിഡില് കുറവായിരിക്കും. കാരണം അവര് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടാ വെച്ചിരിക്കുന്നത്. അപ്പൊ ഹരിഗോവിന്ദ് പറഞ്ഞേ, ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുതലാണോ കുറവാണോ? കൂടുതലായിരിക്കും. അപ്പൊ സോളിഡിന്റെ അകത്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നേ. അപ്പൊ അവിടെ എൻട്രോപ്പി എങ്ങനെയായിരിക്കും? കുറവാ. കാരണം ഡിസോർഡേഡ് അല്ല, നല്ല ഓർഡറിലായിരിക്കുന്നേ. അപ്പൊ അവിടെ എൻട്രോപ്പി കുറവ്. അതേസമയം ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഓരോ ഓർഡർ ഇല്ലാണ്ട് കിടക്കുന്നത്. അപ്പൊ അവിടെ എൻട്രോപ്പി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ആ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്തോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. For a given substance, the crystalline solid state is the state of lowest entropy, most ordered, and the gaseous state is the state of highest entropy. Okay, Amisha. ഈ അടുത്ത പാരഗ്രാഫിൽ എൻട്രോപ്പി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ പറയുന്നത്. എൻട്രോപ്പി മെഷർ ചെയ്യാനുള്ളത്. യെസ്, അമീഷ. Now let us try to quantify entropy. One way to calculate the degree of disorder or chaotic distribution of energy among molecules will be through statistical method, which is beyond the scope of this treatment. Other way would be to relate this process to the heat involved in the process, which would make entropy a thermodynamic concept. Entropy, like any other thermodynamic property, such as internal energy U and enthalpy H, is a state function, and delta S is independent of path. Yes, underline that statement. Entropy, like any other thermodynamic property, such as internal energy U and the enthalpy H, is a state function, and delta S is independent of path. നമ്മൾ പോകുന്ന വഴിയൊന്നും അല്ല നോക്കുന്നത്, നമ്മൾ സ്റ്റേറ്റ് മാത്രമേ നോക്കുള്ളൂ. ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റും ഫൈനലി ഉള്ള സ്റ്റേറ്റും മാത്രമാണ് നോക്കുന്നത്. അപ്പൊ എൻട്രോപ്പി is a state function, it is independent of path. Yes, Irshan. Whenever Irshan. Teacher. വായിക്കൂ. Whenever heat is added to the system. ഇതിന്റെ പേജ് ഒന്ന് മറന്നു പോയായിരുന്നു, ബുക്ക് താഴെ പോയിട്ട്. പേജ് നമ്പർ 183. പേജിൽ എവിടെയാണെന്ന് അറിയില്ല. പാരഗ്രാഫ്. Whenever heat is added to a system. Whenever heat is added to the system, it increases molecular motions, causing increase in the randomness in the system. Thus, heat Q has randomizing influence on the system. Can we then equate delta S with Q? Wait, experience of this.
അപ്പൊ നമ്മള് ഹീറ്റിനെ പറ്റിയാട്ടോ ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് അണ്ടർലൈൻ ചെയ്യണം. വെനെവർ ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം, ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ഹീറ്റ് കൊടുത്താൽ അവിടെ മോളിക്യൂൾസിന്റെ മോഷൻ കൂടും, അപ്പൊ അവിടെ റാൻഡംനെസ് കൂടും. അപ്പൊ നമുക്ക് ഹീറ്റ് റാൻഡമൈസിങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. അതായത് ഹീറ്റ് അവരുടെ ഡിസോർഡർനെസ്സിനെ അഫക്ട് ചെയ്യും, റാൻഡം മോഷനെ അഫക്ട് ചെയ്യും എന്നാട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹീറ്റ് ഹാസ് റാൻഡമൈസിങ് ഇൻഫ്ലുവൻസ്, റാൻഡംനെസ് കൂട്ടാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഹീറ്റിനുണ്ട്. യെസ് കാൽവിൻ. ടീച്ചർ, ഈ റാൻഡംനെസ്സും ഡിസോർഡർനെസ്സും ഒന്നാണോ? സെയിം, ഒന്ന് തന്നെയാണ്. റാൻഡം മോഷൻ, റാൻഡം ആയിട്ട് പോകുക നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഡിസോർഡർ ആയിട്ട് പോകുക എന്നുള്ളതിനേക്കാളും കൂടുതൽ റാൻഡം ആയിട്ടാണ് എന്നുള്ള റാൻഡം അറേഞ്ച്മെന്റ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കല്ലേ, സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ടായിരിക്കും. റാൻഡം അറേഞ്ച്മെന്റിലാണ് കിടക്കുന്നത് അങ്ങനെയൊക്കെ പറയാറുണ്ടായിരിക്കും. ഡിസോർഡർ എന്ന് പറയുന്ന വാക്കല്ല പറയുന്നത്. റാൻഡംനെസ് എന്ന് പറഞ്ഞാലും ഡിസോർഡർനെസ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാട്ടോ, അതിൽ ഇതിലേക്ക് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഹീറ്റ് ഹാസ് റാൻഡമൈസിങ് ഇൻഫ്ലുവൻസ് ഓൺ ദി സിസ്റ്റം ആൻഡ് എക്സ്പീരിയൻസ് സജസ്റ്റ് ദാറ്റ് the distribution of heat is also depends on the temperature at which heat is added to the system. Heat എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹീറ്റ് റാൻഡംനെസ് തീരുമാനിക്കുന്നത് ഹീറ്റ് ആണ്. ഹീറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? റാൻഡംനെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും, റാൻഡംനെസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞില്ലേ, ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ, ആ പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എ സിസ്റ്റം അറ്റ് ഹൈ ടെമ്പറേച്ചർ ഹാസ് ഗ്രേറ്റർ റാൻഡംനെസ് ഇൻ ഇറ്റ് ദാൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, നോർമലി ഒരു സിസ്റ്റത്തിന്റെ അകത്തോട്ട് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ റാൻഡംനെസ് സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ മാത്രം നമ്മൾ പറയുവാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, മൂവ്മെന്റ് കൂടുതലായിരിക്കും, റാൻഡംനെസ് കൂടുതൽ ആയിരിക്കും. അതേസമയം ടെമ്പറേച്ചർ ഈസ് ദി മെഷർ ഓഫ് ആവറേജ് കയോട്ടിക് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. ടെമ്പറേച്ചർ ഉപയോഗിച്ച് നമ്മൾ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഹീറ്റ് ഈസ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് ലോ ടെമ്പറേച്ചർ. അതേസമയം നമ്മൾ ഹീറ്റ് ആണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് നമ്മൾ പല ടെമ്പറേച്ചറിൽ നമുക്ക് കൊടുക്കാം. ലോ ടെമ്പറേച്ചറിലും കൊടുക്കാം, ഹൈ ടെമ്പറേച്ചറിലും കൊടുക്കാം. ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ റാൻഡംനെസ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും കമ്പയർഡ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. ആ പോയിന്റ് ഓർത്തോണം കേട്ടോ. ടെമ്പറേച്ചർ കൊടുത്താൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും, റാൻഡംനെസ് കൂടും, അത് ഉറപ്പാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിൽ ഉള്ള ഹീറ്റ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ലോ ടെമ്പറേച്ചറിലുള്ള ഹീറ്റിന്റെ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുതലായിരിക്കും കമ്പയർഡ് വിത്ത് റാൻഡംനെസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. മനസ്സിലായോ? ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടേം മാത്രം വെച്ചിട്ട് പറയുവാണെങ്കിൽ ടെമ്പറേച്ചർ കിട്ടിയാൽ എങ്ങനെയായിരിക്കും? ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുതൽ, അത് ഷുവറാണ്. അതേസമയം നമ്മൾ ടെമ്പറേച്ചർ മാത്രമല്ല നോക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ഗിവൺ ടെമ്പറേച്ചറിൽ ഹീറ്റിനെ വെച്ചിട്ട് പറയുവാണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ റാൻഡംനെസ് കൂടുതലായിരിക്കും കമ്പയർഡ് വിത്ത് heat at a high temperature. This suggests that entropy change is inversely proportional to temperature. Last point underline cheyato. Devi എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ഈ ടെമ്പറേച്ചർ ഹീറ്റ് കൂടെ എന്ത് ചെയ്യുന്ന ഓർത്തോണ്ടാണോ? ഇല്ല, ഞാൻ കേൾക്കുമായിരുന്നു. This suggests that ഇടയ്ക്ക് എവിടെയും കൊണ്ടോ പോയ പോലെ തോന്നി. This suggests that the entropy change is inversely proportional to the temperature. ടെമ്പറേച്ചറും എൻട്രോപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി. The total entropy change for the system and the surroundings of a spontaneous process is given by. Spontaneous process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന് നടക്കുന്നത്. ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്സിന്റെയും കൂടെ സം ആയിരിക്കും. ഡിസോർഡർനെസ് കൂടുതലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇക്വിലിബ്രിയത്തിലായി കഴിയുമ്പോൾ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എൻട്രോപ്പി ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻക്രീസസ് till it reaches maximum and at equilibrium the change in entropy is 0. എൻട്രോപ്പി എവിടെ വരെ കൂടും? മാക്സിമം എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ എൻട്രോപ്പി കൂടും. ദെൻ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ എൻട്രോപ്പിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാ. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഈക്വൽ ടു
Q system reversible divided by T. അത്രയൊന്നും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ T. അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞത്. യെസ്, ഇത്രേ ഉള്ളൂ. ചാപ്റ്റർ അവസാനിച്ചു. ദെൻ ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നൊരു പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് ഇല്ലാത്തതാണ് ഇതിന് ശേഷമുള്ളതെല്ലാം. ഓക്കെ, അതിന്റെ ഗിബ്സ് എനർജി ഇക്വേഷൻ പക്ഷെ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് അന്നേരം നോക്കിയാൽ മതി. ഓക്കെ, സോ ചാപ്റ്റർ തീർന്നു. ഒരു 5 മിനിറ്റ് മാത്രം പെട്ടെന്ന് ഈ ചാപ്റ്റർ ഓടിച്ചൊന്ന് മറിച്ചു നോക്കിക്കേ. ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ചു നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. യെസ്, 5 മിനിറ്റ് തരാം, പെട്ടെന്ന് നോക്കുക. നിങ്ങൾ 7:30 സ്കൂളിൽ പോകുന്നവരുണ്ടോ? ദേവിക ഹോസ്റ്റലിലാണോ? അല്ലല്ലോ. ഇല്ല. എവിടെയാ വീട്? വീട് ഈസ്റ്റ് വാഴപ്പള്ളി. ഈസ്റ്റ് വാഴപ്പള്ളി. ഏത് സ്കൂളാ? സെന്റ് അഗസ്റ്റിൻസിലോ? അല്ല, ഇല്ല, ഇപ്പൊ പുതുപ്പാടിയിൽ. പുതുപ്പാടി ഫാദർ ജോസഫ് പുതുപ്പാടിയില് അല്ലേ? അവിടെ പഠിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലോ ഇവിടെ. ഖദീജ ഏത് സ്കൂളിലാ ഖദീജ? അർബിയത്തില്. ഹരിഗോവിന്ദോ? വാഴക്കുളം. CBSE ആണോ? ടേം 2 പോർഷൻസ് തീർന്നോ? കേട്ടില്ല. കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞില്ലേ? തെർമോഡൈനാമിക്സ് കഴിഞ്ഞല്ലേ? പിന്നെ എന്നെ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണേ? ഏത് ചാപ്റ്റർ പഠിക്കണേ? ഓർഗാനിക്കാ ഇപ്പൊ പഠിപ്പിക്കണല്ലേ? അങ്ങനെയാണോ? ഏതാന്ന് ഞാൻ ചോദിച്ചേ. ഓർഗാനിക് ഒക്കെ കഴിഞ്ഞോ? ഹൈഡ്രോ കാർബൺസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു? ഇക്വിലിബ്രിയം കഴിഞ്ഞോ? ഇല്ല. എസും ബിയും ഒക്കെ കഴിഞ്ഞോ? എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ. വേറെ ആരാ CBSE പഠിക്കുന്നവരുള്ള? മരിയുണ്ട്. മരിയും ഹരിയും മാത്രമേ ഉള്ളൂ CBSE-ല്. യെസ്, അമീഷ. അമീഷ ഏത് സ്കൂളായിരുന്നു മോളെ? നിമയുണ്ട്. കോതമംഗലം. അവിടുത്തെ ടീച്ചറിനെയാണ് നിങ്ങൾക്ക് പേടിയെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു പേടിയാന്ന്? ലീജ ടീച്ചറിനെ. നിങ്ങളുടെ ടേം 2 പോർഷൻസ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഏതായി? ഓർഗാനിക് ഒക്കെ കഴിഞ്ഞോ? രണ്ടിലും, ഓർഗാനിക്കിലും ഇൻഓർഗാനിക്കിലും ഉണ്ട് 2 ചാപ്റ്റർ. ഇക്വിലിബ്രിയം പഠിച്ചോണ്ടിരിക്കുക. ഇക്വിലിബ്രിയം പഠിച്ചോണ്ടിരിക്കണം. അപ്പൊ തെർമോഡൈനാമിക്സ് പഠിച്ചോ? ഇല്ല. അത് പഠിക്കാണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പഠിച്ചേ? അത് അറിയില്ല. ഇനി അതിലേക്ക് വരും. എഴുതിട്ട് വരുമോ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കഴിഞ്ഞു. ഇക്വിലിബ്രിയം പഠിച്ചോണ്ടിരിക്കണോ? തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. എസും ബിയും ഒക്കെ കഴിഞ്ഞോ? പിന്നെ ഓർഗാനിക് കഴിഞ്ഞു. ഹൈഡ്രോ കാർബൺ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? തെർമോഡൈനാമിക്സ് എളുപ്പമാണോ? കുഴപ്പമില്ല. നമ്മളിപ്പോ പഠിച്ച ഈ 6 ചാപ്റ്ററിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏതാ? ഞാൻ ആ ചാപ്റ്ററിന്റെ നമ്പർ പറയാം. നമ്പർ പറഞ്ഞാൽ അറിയില്ലായിരിക്കും, പേര് പറയാനായിരിക്കും. ബേസിക് കൺസെപ്റ്റ് ബുദ്ധിമുട്ടുള്ളവരെന്ന് നോക്കിക്കേ. ബേസിക് കൺസെപ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ. സ്ട്രക്ചർ ഓഫ് ആറ്റം, അത് പാടായിട്ടുള്ളവര് ആരുമില്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്,
കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ 4ാമത്തെ ചാപ്റ്റർ. കുറെ തിയറികളൊക്കെ പഠിച്ച ചാപ്റ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇനിയിപ്പോ ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചാപ്റ്റർ പേര് വെച്ചൊക്കെ ഉപയോഗിക്കില്ലേ. എല്ലാം നിങ്ങൾക്ക് എളുപ്പമാണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, സൂപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയില്ലേ? എന്നാ കാൽവിൻ പറഞ്ഞു. ടീച്ചർ ഈ പ്രോബ്ലം 6.4 6.3 ഒക്കെ ചെയ്യിപ്പിച്ചായിരുന്നോ? ആ 6.2 6.3 6.4 ഒക്കെ ചെയ്തതാ അല്ലേ മക്കളെ? ചെയ്തില്ലേ? ടീച്ചർ 6.4 ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ വ്യത്യാസം ഉണ്ടോ പല ബുക്കിലും? ആ പല ബുക്കിലും പലതാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നിൽക്കാഞ്ഞ്. നമുക്ക് ഏതാ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറിയില്ല. പല ടെക്സ്റ്റ് ബുക്കിലും പല പല ക്വസ്റ്റ്യൻസ്. അവനവന്റെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അനുസരിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലതിനും പലതാ. അപ്പൊ നിങ്ങൾ നോക്കണ്ട, നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെ ആൻസർ ചെയ്യണം അത്ര അറിഞ്ഞാൽ മതി. അതും തരുന്നുട്ടെ. യെസ് 6.5 നമ്മൾ ചെയ്തല്ലേ മക്കളെ? യെസ് ഓക്കെ. 6.6 വേണ്ട, 6.7 വേണ്ട, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഓഫ്ലൈൻ ക്ലാസ് എല്ലാവർക്കും തുടങ്ങിയില്ലേ? എല്ലാ ദിവസവും എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ടോ? അത് 3 ദിവസമാണോ പോകുന്നത്? 3 ദിവസം. പോകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണോ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എക്സസൈസ് ക്വസ്റ്റ്യൻ എടുക്കുക. ആറാമത്തെ റിയാക്ഷൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യൻ 6. നന്നായി വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ബുക്കിലോട്ടൊന്നും എഴുതണ്ട, അവിടെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ പഠിച്ച എൻട്രോപ്പി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാം. യെസ്, ഉത്തരം കിട്ടിയില്ലേ? ഭീമാനോ ചോദ്യം വായിച്ച മോളെ. 6 എക്സസൈസ് ക്വസ്റ്റ്യൻ 6. A reaction A plus B gives C plus D plus Q is found to have a positive entropy change. The reaction. അതെന്താ കാര്യമില്ല? പൂച്ചയാണോ കുഞ്ഞാവയാണോ? എന്തത്? പൂച്ച. വായിച്ചു. Okay, the reaction will be കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞോ? ഉത്തരം കൂടെ പറ. ആ ഓപ്ഷൻസ് ഒക്കെ വായിച്ചേ. Possible at high temperature, possible only at low temperature, not possible at any temperature, possible at any temperature. അതിന്റെ ഉത്തരം Possible at high temperature. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമാണ് എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ.
നന്മടിയാ എന്താ ഉത്തരം? പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ ആണോ? അതിന് എനി ടെമ്പറേച്ചർ ഒന്ന് ഏത് ടെമ്പറേച്ചറിലും നടക്കുമോ? ഇല്ല അല്ലേ? അപ്പോ പോസിബിൾ അല്ല, അറിയില്ല ടീച്ചർ. അനീസ പോസിബിൾ അറ്റ് പോസിബിൾ അറ്റ് കേട്ടില്ല, ഇങ്ങോട്ട് കേൾക്കാൻ പാടില്ല നമ്മള്. ലോ ടെമ്പറേച്ചർ. അങ്ങനെ ലോ ടെമ്പറേച്ചർ ആയ അബിയ എനിക്കും പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ ആണ്. അങ്ങനെ എനി ടെമ്പറേച്ചർ ആയ ഏത് ടെമ്പറേച്ചറിലും എന്താ എൻട്രോപ്പി ചേഞ്ച് ചെയ്തു? അറിയില്ല ടീച്ചർ. അറിയില്ല. അഫ്സർ ഹൈ ടെമ്പറേച്ചർ ആണോ? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ മാത്രമാണോ പറ്റുള്ളൂ? എനി ടെമ്പറേച്ചർ ആയിരിക്കും. എനി ടെമ്പറേച്ചർ ആണോ? എനി ടെമ്പറേച്ചർ ആണോ? ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വരുന്നത് യോഗിക്ക് പോസിബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ആ ഓപ്ഷനിൽ പിടിച്ചേക്കാർക്കുന്നത് യോഗിക്ക് അരുവില്ലേ? ലോ ടെമ്പറേച്ചർ എന്നുള്ള ഒരു പറഞ്ഞിരുന്നത് യോഗിക്ക് ലോ ടെമ്പറേച്ചർ. നോട്ട് പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യോഗിക്ക് എനി ടെമ്പറേച്ചർ എന്നുള്ള ഒരു യോഗിക്ക്. അതാണ് ഉത്തരം, എനി ടെമ്പറേച്ചർ. രണ്ടു തവണ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവില്ല, ഒന്നുമില്ല, എന്നാ പിന്നെ അറിയില്ല എന്നിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞില്ല ഏത് ടെമ്പറേച്ചറിലും റാൻഡംനെസ് ഉണ്ടാകും. ഹീറ്റ് അബ്സോർബഡ് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഷുവർ റാൻഡംനെസ് ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും റാൻഡംനെസ് ഉണ്ട്. ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് നോട്ട് പോസിബിൾ അറ്റ് എനി ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിലും പോസിബിൾ അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് ടെമ്പറേച്ചറിലും എന്തുണ്ട്? ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ വീട്ടിലെ വടിയെടുത്ത് തല്ലാൻ വന്നു വിചാരിക്കാം. വടി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കരയാൻ തുടങ്ങും. തല്ലിയാലും കരയും, തല്ലിയില്ലെങ്കിലും കരയും. ഇല്ല, വടി എടുക്കുമ്പോഴത്തേക്കും കരഞ്ഞോണ്ട് ഓടാൻ നടക്കും. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം ലൈഫിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മറന്നുപോകില്ല. മറ്റേത് ടെമ്പറേച്ചർ ആണെങ്കിലും ഡിസോർഡർനെസ് അവിടെ ഉണ്ട്. അത് ലോ ടെമ്പറേച്ചർ ആകണമെന്നില്ല, ഹൈ ടെമ്പറേച്ചർ ആകണമെന്നില്ല, എങ്ങനെയായാലും അതവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത മക്കളെ 6.7. I will read the question. In a process, 701 joule of heat is absorbed by a system. Okay. 394 joule of work is done by the system. What is the change in internal energy of the process? Internal energy express ചെയ്യുന്ന ലെറ്റർ എന്താ അഞ്ജന? ഇന്റേണൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? യു. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? അതെ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു പറഞ്ഞേ പോവാതെ അഫ്ല. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു അഫ്ല. ടീച്ചർ പറ. Q മൈനസ് ഡബ്ല്യു ആണോ? Q മൈനസ് ഡബ്ല്യു ആണോ? Q പ്ലസ് ഡബ്ല്യു ആണോ? Q പ്ലസ് ഡബ്ല്യു. Q plus W according to first law of thermodynamics. Change in internal energy delta U is equal to Q plus W. ഫാത്തിമത്ത് Q എത്രയാ തന്നിരിക്കുന്നേ? ഹീറ്റ് Q എത്രയാ തന്നിരിക്കുന്നേ? ടീച്ചർ 701 ജൂൾ. 701 ജൂൾ. നന്ദന വർക്ക് എത്രയാ തന്നിരിക്കുന്നേ?
394 joule. 394 joule. അവിടെ തന്നിരിക്കുന്ന വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ ബൈ ദ സിസ്റ്റം ആണോ ഫിദ? By the system. ബൈ ദ സിസ്റ്റം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ദീന? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കേട്ടില്ല. ആണോ? സിസ്റ്റം വർക്ക് ചെയ്താൽ വർക്ക് എങ്ങനെയായിരിക്കും? അതിനെ നന്നായിട്ട് പണിയെടുത്തു, അപ്പൊ അതിനയുടെ എനർജി പോവോ ഇല്ലയോ? കുറയോ ഇല്ലയോ? കുറയും. അപ്പൊ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാ. അപ്പൊ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. അപ്പൊ നിങ്ങള് ഇക്വേഷൻ എഴുതണം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. പക്ഷെ ഇവിടെ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താ? നെഗറ്റീവാ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരിക്കലും ഒരു -394 എന്ന് ഡയറക്റ്റ് തന്നിട്ടില്ല. വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തെടുക്കണം അത് -W ആണ്. അങ്ങനെ വിചാരിച്ച് വേണം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നിങ്ങൾ ഇക്വേഷൻ എഴുതി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ മക്കളെ, ഉത്തരം തെറ്റിപ്പോയാലും. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എടുത്തെഴുതണം ഓരോന്നും. ക്യൂ ഈസ് ഈക്വൽ ടു 701 കിലോ ജൂൾ. ഡബ്ല്യു ഈസ് ഈക്വൽ ടു -394 ജൂൾ. ബ്രാക്കറ്റിൽ കൊടുത്ത് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിനൊക്കെ എഴുതി വെച്ച മാർക്ക് കിട്ടും. -701 joule plus -394 joule. That means 701 minus 394. Return 4. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയായിരുന്നു കൈവക്കിക്ക്. എപ്പോഴും സൈൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോവല്ലേ. നമ്മൾ ഏത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ചാലും സൈൻ ഇട്ട് കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞു നമുക്കത് പോസിറ്റീവ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഉത്തരം +307 കിട്ടിയവരൊക്കെ കൈവക്കിക്ക്. എത്ര പേർക്ക് കിട്ടി? യെസ്. അപ്പൊ +307 എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി കൂടി എന്നാണോ അർത്ഥം അതോ കുറഞ്ഞു എന്നാണോ ഫർസീനർത്ഥം? +307 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു കൂടിയതാണോ ഡെൽറ്റ യു കുറഞ്ഞു എന്നാണോ അർത്ഥം? പ്ലസ് ഇട്ട് പറഞ്ഞാൽ എന്താ? കൂടിയെന്നാണോ കുറഞ്ഞു എന്നാണോ അർത്ഥം? കൂടി. അപ്പൊ നമ്മളോട് എഴുതിയും കൂടെ വെക്കണം. ദാറ്റ് ഈസ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഇൻക്രീസസ് ബൈ 307 ജൂൾ. അത്രയും കൂടി എന്നാണ് അതിന്റെ അർത്ഥം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എനർജി, എന്ത് ചേഞ്ച് അവിടെ ഉണ്ടായിരുന്നത്? പ്ലസ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താ? ഇത്രയും എനർജി കൂടി എന്നാണ് അർത്ഥം. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. Internal, that is internal energy of the system increases by 307 joule. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് 8th one, 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു റിയാക്ഷൻ അവിടെ പറഞ്ഞിരിക്കുന്നേ. ദ റിയാക്ഷൻ സൈനമൈഡ് വിത്ത് ഡയോക്സിജൻ വാസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബോംബ് കലോറിമീറ്റർ. ഡെൽറ്റ യു വാസ് ഫൗണ്ട് ടു ബി ഇത്രയാണ്. ഇന്റേണൽ എനർജി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എൻതാൽപി കണ്ടുപിടിക്കണം. എൻതാൽപിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയണം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? സോറി, എൻതാൽപി ആൻഡ് ഇന്റേണൽ എനർജി. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻതാൽപി ആൻഡ് ഇന്റേണൽ എനർജി? ഇക്വേഷൻ സോജു. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. For the reactions involving gases, what is the relationship between delta H and delta U?
ഇവിടെ ഇന്റേണൽ എനർജി തന്നിട്ട് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണേ. അപ്പൊ ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും തമ്മിലുള്ള റിലേഷനാ വേണ്ടേ. നമുക്ക് വർക്ക് തന്നിട്ടാ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇവിടെ പ്രഷറും വോളിയം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു റിലേഷൻ സോജു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ആർ ടി ആണ്. ആ ചുമ്മാ എൻ ആർ ടി അല്ല, ഡെൽറ്റ എൻ ജി ആർ ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ദേവിക എന്താ ഡെൽറ്റ എൻ ജി? ദേവിക ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ എന്നതാ? ഞാൻ ഓർക്കുന്നു. ഡെൽറ്റ എൻ എന്താ? സ്മോൾ ലെറ്റർ എൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നേ? പറഞ്ഞേ മക്കളെ. നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ആണ് എൻ എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അൽവാൻ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? ചേഞ്ച് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? എപ്പോഴും നമ്മള് പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? റിയാക്ടന്റ്. ഏത് സ്റ്റേറ്റ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ വെർസീൻ? ഗ്യാസ്. ഗ്യാസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അവിടെ ഡെൽറ്റ എൻ ജി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടീച്ച റിയാക്ഷൻ ഒന്ന് എടുത്തെഴുതാം. NH2 CN solid plus 3/2 O2 gas gives N2 gas plus CO2 gas plus H2O liquid. ആദ്യം ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കണം. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. ഗ്യാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഗ്യാസ് ആയിട്ടുള്ള റിയാക്ടന്റുകളും മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഗ്യാസ് ആയിട്ടുള്ള സോളിഡ് ആണ് ഗ്യാസ് ആണോ? സോളിഡ് ആണല്ല ഗ്യാസ് ആണോ? NH2CN സോളിഡ്. ടെക്സ്റ്റ് ബുക്കിൽ ഗ്യാസ് കൊടുത്താണ്. ടെക്സ്റ്റ് ബുക്കിൽ ഗ്യാസ് കൊടുത്താണ്. ടെക്സ്റ്റ് ബുക്കിൽ ഗ്യാസ് എന്നാണ് കൊടുത്തേക്കണേ. ഗ്യാസ് ആണ്. NH2CN സോളിഡ് ആലോ. ടീച്ചർ ക്വസ്റ്റ്യനില് സോളിഡ് അല്ലേ? സോളിഡ് NH2CN. സോളിഡ് NH2CN ഗ്യാസ് അല്ല. ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. യെസ്, ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് നോക്കണം. നോക്കിക്കേ, ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ 2 ഗേഷ്യസ് പ്രോഡക്ട്സ് ഉണ്ട്. ഇത് ലിക്വിഡാ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യൂല. ഇതും കൺസിഡർ ചെയ്യൂലോ, സോളിഡാ. അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, ദാറ്റ് ഈസ് 3/2. സോ 2 - 3/2 ദാറ്റ് ഈസ് പ്ലസ് 1/2. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യുവിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് -742.7 കിലോജൂൾ പെർ മോൾ പ്ലസ് ഡെൽറ്റ എൻ ജി ഇപ്പൊ നമുക്ക് കിട്ടി ഹാഫ് ഇൻറ്റു ആറിന്റെ വാല്യൂ കിലോജൂളിലുള്ളത് 8.314 ആണ്. ജൂളിലുള്ളത് കിലോ ജൂളിലോട്ട് മാറ്റാൻ 10⁻³ കിലോജൂൾ പെർ മോൾ. ഇത് ഹാഫ് മോൾ ആണ്. ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? ഇവിടെ യൂണിറ്റ് ബാക്കി മിച്ചം എഴുതാനുണ്ടായിരുന്നു. യെസ്, ഇറ്റ് ഈസ് കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. മറ്റേത് കിലോജൂൾ പെർ മോൾ ഇൻറ്റു 298 കെൽവിൻ. വേഗം സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു മക്കളെ. ഒന്നും കൂടെ ടീച്ചർ എടുത്ത് എഴുതാം. പ്ലസ് 742.7 കിലോജൂൾ പെർ മോൾ. ഇത് സോൾവ് ചെയ്തേ.
8.314 into 10 to the power of minus 3 into 298 ആണ് എത്ര കിട്ടി മക്കളെ? ഒന്ന് ചെയ്തേ. 8.314 കാൽക്കുലേറ്റർ ഉള്ള ഒരു വേഗം ഒന്ന് ചെയ്തിട്ട് പറഞ്ഞേ. 8.314 into 298 എത്രയാ? 8.314 into 298. അപ്പൊ കിട്ടിയേ? ആരാ ചെയ്തേ? ആരും ചെയ്തില്ല. 8.314 into 298. ആരെങ്കിലും ചെയ്യോ? ടീച്ചറെ 2477.572. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്തേ. അവിടെ ഒരു ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? സോ ഡിവൈഡഡ് ബൈ 2. ഫൈനൽ ആൻസർ ആണോ പറയണേ? അല്ല അല്ല, 10 to the power of minus 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള അതാ ഞാൻ ചോദിച്ചേ. ആ ഒരു പാർട്ടല്ലേ പറയുന്നേ? ഈ ഒരു സെക്ഷൻ 1.2 എന്നാണോ കിട്ടിയേ? 1238 അല്ലേ? അത് ഡിവൈഡഡ് ബൈ 1000 വരും. കാരണം ഇൻറ്റു 10 to the power of minus 3 ഇല്ലേ? മനസ്സിലായോ ഗാൽവിൻ? ഓക്കെ ടീച്ചർ. അപ്പൊ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 1.2 എന്ന് വരും കേട്ടോ. യെസ്, ഓക്കെ. സോ ഹിയർ ദിസ് മോൾ ആൻഡ് മോൾ ഇൻവേഴ്സ് ക്യാൻസൽ, കെൽവിൻ ഇൻവേഴ്സ് കെൽവിൻ ക്യാൻസൽ. സോ ഫൈനൽ ആൻസർ ഈസ് ഹിയർ ഇറ്റ് ഈസ് കിലോജൂൾ പെർ മോൾ തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ഇത് മൈനസ് അല്ലേ? യെസ്, ഇത് മൈനസ് ആട്ടോ, പ്ലസ് അല്ല, മൈനസ് ആണേ. ഓക്കെ, സോ മൈനസ് 742.7 പ്ലസ് 1.2. So the final answer minus 741.5 kilojoule per delta H. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയ എല്ലാവർക്കും ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. ഞാൻ അത് എഴുതിയപ്പോ തെറ്റിപ്പോ കേട്ടോ. മൈനസ് 742 ആണ്, അതെടുത്ത് എഴുതുമ്പോഴും മൈനസ് തന്നെയാട്ടോ. ഞാൻ ആദ്യം എഴുതിയപ്പം പ്ലസ് ആയിപ്പോയത്. യെസ്, അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. Thank you, teacher. യെസ്, ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ? മുസ്തഫ കഴിഞ്ഞില്ലേ? ആ. Yes.